ഗൈസ്, വെൽക്കം ടു നമ്മുടെ ചാനൽ ഹാപ്പി വിത്ത് ആഷ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ റെസിപ്പി വീഡിയോ. എന്ത് റെസിപ്പിയാ വേഗം പറ. നമുക്ക് മൈക്കൊന്നും ഇല്ല കേട്ടാ, നമുക്ക് മൈക്കൊന്നും ഇല്ല ആശാനെ, ഉറക്കെ പറഞ്ഞാലും എല്ലാവർക്കും കേൾക്കുള്ളൂ. അപ്പൊ ദേ എന്താണത്? ട്യൂണ. ഇതിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിശദീകരണങ്ങൾ പറയാനുണ്ടോ? വലിയ സംഭവമൊന്നുമില്ല. ഇത് സാധാരണ ബാച്ചിലേഴ്സ് ഒക്കെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ജോലി തേടിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ മോർണിംഗ് ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ സാലഡിന് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ചെറിയ റെസിപ്പിയൊക്കെ ആയിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ഇതൊക്കെ ആയിട്ട് കഴിക്കാനോ കൊള്ളാം. പിന്നെ ഇത് അത്ര നല്ല സാധനമൊന്നുമില്ല ഹെൽത്തിന്, പക്ഷേ എപ്പോഴും കഴിക്കുന്ന നല്ലതാണ്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. സാധാരണ എല്ലാവരും ചുമ്മാ റോ ആയിട്ട് കഴിക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല കഴിക്കല്. നമ്മളിത് നല്ല രീതിയിൽ വരട്ടി കുക്ക് ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് നമ്മുടെ ആശാൻ ഉണ്ടാക്കി തരും. ഇത് ഞങ്ങൾ പൊതുവെ ക്യാൻഡ് ഫുഡുകൾ മേടിക്കാറില്ല. അപ്പോൾ ഒരു പ്രാവശ്യം മേടിച്ചിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ആര് വെച്ചാലും നല്ല രസം ഉണ്ടായിരിക്കും. അപ്പൊ ഇതെന്തായാലും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. മിനിങ്ങാന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. മിനിങ്ങാന്ന് ഒരെണ്ണം ആള് വെച്ച് കഴിഞ്ഞപ്പം നല്ല രസമുണ്ട്. അപ്പൊ പിന്നെ ഒരെണ്ണം വീഡിയോ ആയിട്ടും കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ വലിയ ഷെഫ് അല്ലെങ്കിൽ വലിയ കുക്കൊന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ആർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാനാണ് ക്യാമറ ഗേൾ. വരുന്നു ഗൈസ്. അപ്പൊ ഞാൻ എല്ലാം അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പാൻ അടക്കം ഞാൻ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് വേണം? കുറച്ച് സമാധാനം വേണം. ഓക്കെ, പരിപാടി തുടങ്ങല്ലേ? എന്തു പറ്റി? തുറക്കാൻ കിട്ടുന്നില്ല. വലിച്ച് തുറക്കാം അങ്ങോട്ട്. ഫസ്റ്റ് ഓപ്പൺ ചെയ്യാം. നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സാധാരണ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒരെണ്ണത്തിൽ ചിലപ്പോ വെള്ളം മാത്രമായിരിക്കും ഉണ്ടാവുക. ചില ട്യൂണയിൽ വെള്ളം മാത്രം ഉണ്ടാവുക. ചിലതില് ഓയിൽ ഉണ്ടായിരിക്കും. വെജിറ്റബിൾസ് വെള്ളം മാത്രം വിത്ത് ട്യൂണ വെള്ളത്തിലായിരിക്കും ഓയിലാണ്. ഓക്കെ, ഇതിപ്പോ നമ്മുടെ ഓപ്ഷനാണ്. നമുക്ക് വേണമെങ്കിൽ അതിന്റെ സാധാരണ ആൾക്കാർ അതിന്റെ വെള്ളം കളഞ്ഞിട്ടാണ് എടുക്കാറ്. ഇപ്പോൾ ഓയിൽ എടുക്കണമെങ്കിൽ എടുക്കാം. എന്താ വെച്ചാൽ ഓയിൽ ഇപ്പോൾ ഇത്ര നാൾ ഇതിൽ കടന്ന കാരണം കൊണ്ട് ഓയിലിന് ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഓയിൽ വെച്ചിട്ട് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് മേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, ഒരു ഫ്ലേവർ. അപ്പൊ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നതിന് പകരം ഈ ഓയിൽ വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറയൂ എന്താണ്. ഓക്കെ, അപ്പൊ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായോ? ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ മാത്രം. ഗുരുവിനെ സ്മരിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്നെ സ്മരിച്ച് വേണം ചെയ്യാൻ. ഗുരുത്വം വേണം, കേട്ടിട്ടില്ലേ എന്റെ തമ്പുരാനെ? എണ്ണ കൂടുതലുണ്ടോ? ഓക്കെ. അയ്യോ, ചെറിയ ട്യൂണയുടെ പീസുകളുണ്ടാവും. ട്യൂണയുടെ പീസ് അല്ല ആശാനത്, അതായത് വെള്ളമുള്ളത് പൊട്ടിത്തെറിക്കണതാണ്. ബോംബ് സ്ഫോടനം. വെടിക്കെട്ടിന് ശേഷം കഥ ആരംഭിക്കുന്നതാണ്. വെള്ളം പൊട്ടിക്കഴിട്ട്. ബ്യൂട്ടിഫുൾ. തൃശ്ശൂർ പൂരം പൊട്ടുപോയി ഇതുപോലെ. കടുക് ഇടുവാണേ. വിസ്ഫോടനം കഴിയുന്നില്ല. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് അങ്ങനെ ആ ഓയിലില് കടുക് ഇട്ടിട്ടുണ്ട്. ഇനി പൊട്ടുന്നത് കടുകാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചോളൂ. എൻ്റെ ഇവിടെ ഇതിൽ മൊത്തം ഓയിൽ തെറിച്ചു. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നതല്ല, അത് സബോള ഇടുന്നതായിരിക്കും നല്ലത് അല്ലേ? അത് നോക്കണ്ട, അത് സബോള ഇട്ടോ. സവാള ഇട്ടുമല്ലേ എറിയുമെന്ന് മേടിച്ചിട്ട്
കൈമിലേക്ക് നല്ലപോലെ തെറിക്കുന്നുണ്ട്. കൈ എന്തോരം പുള്ളി? കൈ പൊള്ളിയിട്ടുണ്ട്, തെറിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സബോള ഇട്ടു. ഓ, സമാധാനമായി. ഇപ്പോഴാണ് അതിൻ്റെ ഒരു പൊട്ടിത്തെറി നിന്ന്. നമുക്ക് സവാള ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഉറക്കെ പറയണേ. ഓക്കെ, ഇനി നമുക്ക് 2 മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിത് ഇങ്ങനെ ഓൾമോസ്റ്റ് 2 സ്പൂണ്. ഓക്കെ, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് ഫ്രിഡ്ജിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് അങ്ങനെ തന്നെ കേടാവാതൊക്കെ ഇരിക്കും കേട്ടോ. എന്തായാലേ ഫ്രിഡ്ജൊക്കെ വന്നേ പിന്നെ മൊത്തം മടി പിടിച്ച ജീവിതമായി പോയില്ലേ. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, ബ്ലെൻഡർ, മൊത്തത്തിൽ പറഞ്ഞാൽ ന്യൂ ജനറേഷൻ ലൈഫ് എന്ന് പറഞ്ഞാൽ മടി പിടിച്ചൊരു ജീവിതം. നാട്ടിൽ പോയിട്ട് വേണം കല്ലിലൊക്കെ ഒന്ന് തുണി അലക്കാൻ. ഞാൻ നാട്ടിലുള്ളപ്പോൾ ഇടയ്ക്ക് അലക്കാറില്ലേ. എനിക്ക് കല്ലിലൊക്കെ തുണി അലക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ പറ്റണ്ടേ. അങ്ങനെ അത് വഴറ്റി ഒരു പരുവമാക്കണം. എന്നിട്ട് ഇതിൽ എന്തെങ്കിലും ചെയ്യണ്ടേ? ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ഞാൻ എടുത്തു കൊടുക്കട്ടെ. ഇതേ ഇവിടെ ഇരിക്കുന്നു. അയ്യോ, അത് ഉപ്പല്ല ആശാനെ, അത് പഞ്ചസാര. എൻ്റെ കെട്ടിയവൻ അടുക്കളയിൽ കയറി നല്ല ധാരണയായതുകൊണ്ട് ഉപ്പും പഞ്ചസാരയും ഏതാന്ന് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ട്യൂണ മറ്റേ പായസം പോലെ ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നല്ലേ. പിങ്ക് സോൾട്ട്, ലേശം ഉപ്പിട്ട് കൊടുത്തു. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും സുഖസുന്ദരമായിട്ട് വീട്ടിലുണ്ടാക്കി കഴിക്കാം അല്ലേ. അതെ, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇതേ കണ്ടോ, ചെയ്യുന്ന കണ്ടോ. നമ്മൾ കുക്ക് ചെയ്തിട്ട് പയറ്റി തെളിഞ്ഞ ഒരു ഐറ്റം അല്ലേ. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസിൽ നിന്ന് ഇളക്കുന്നത്. പിന്നെ ഏതൊക്കെയാ തെളിഞ്ഞിട്ടുള്ളത്? തെളിഞ്ഞ 2-3 ഐറ്റം. ഇടയ്ക്ക് മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്. അല്ല, അതൊന്നും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. ഇവിടെ തെളിഞ്ഞ ഐറ്റംസിന്റെ കാര്യം പറയും. ഇവിടെ ഉണ്ടാക്കിയത് വേറെ പ്രത്യേകിച്ച് അധികം ഉണ്ടാവും. ജ്യൂസ് ഉണ്ടാക്കും നല്ല അടിപൊളിയായിട്ട്. ലെമൺ, മിന്റ്, സോഡ ഒക്കെ ഒഴിച്ചിട്ടൊക്കെ ഒരു സെറ്റപ്പ് സാധനം ഉണ്ടാക്കും. അതൊരു 1-1.5 ഐറ്റമാണ്. പിന്നെ ഇതുമാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ഇറങ്ങാം. പൊടികൾ എടുക്കാൻ പറ്റും. ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി. ചെറിയ സ്പൂൺ ആയതുകൊണ്ട് അളവ് കുറച്ചുണ്ടാവുള്ളൂ. അതെ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ലേശം ഫിഷ് മസാല അല്ലേ. ലേശം ഫിഷ് മസാല ഒരു 1/2 ടീസ്പൂൺ. അയ്യോ, ഒരു സാധനം നമ്മൾ എടുക്കാൻ മറന്നുപോയി. കുരുമുളക് പൊടി. കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ട് ഇളകാം. ഇവ സമസമം ചേർത്ത് ഇളക്കുക. സമസമല്ലോ, അളവിനൊക്കെ ചേർത്ത് ഇളക്കുക. ചുമക്കുന്ന പരിവായി. ഇതിൽ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമ്മളിതിൽ ഇട്ടിട്ടില്ല. നമ്മുടെ കയ്യിൽ കറിവേപ്പില കഴിഞ്ഞു. അതെ, കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനുശേഷം കുറച്ച് തക്കാളി ഇട്ടിട്ട് ഒരു തക്കാളി ഇട്ടിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്തൊരു കളറ്, ആരായി ഉണ്ടാക്കുന്നത്?
ഇതിലേക്ക് നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ആ തക്കാളി വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം അല്ലേ? അടച്ചു വെച്ചു. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി ചെറിയ രീതിയിൽ നിന്ന് ഡ്രൈ ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നെക്സ്റ്റാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇടാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ മെയിൻ ഐറ്റം ടൂണ നമുക്ക് ഇതിലേക്ക് ഇടാം. ഓക്കെ, ഇതിൽ കുറച്ച് ഓയിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ മിക്സ് ആകുമ്പോൾ വെള്ളമുണ്ട് നല്ലപോലെ. എഴുതി വെച്ചിട്ടുള്ള സോളിഡ് സൺഫ്ലവർ ഓയിൽ എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ വെള്ളം മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടൂണ ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ട് ഈ ടൂണിന്ന് ഉടച്ചു കൊടുക്കാം. ഇതിൽ വലിയ പീസുകൾ എടുക്കുന്നുണ്ട്. അതൊന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ ട്യൂണനെ ഇടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഉടച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ വരട്ടി ബീഫിന്റെ പോലെ കറുത്ത കളറില്ലേ? അത് ഓക്കെ. ഇതിലേക്ക് കുറച്ച് നമുക്ക് ഒരു ചെറിയൊരു എരിവിന് ഫ്ലേവറിനും ലേശം ഇടിച്ച മുളക്. നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. സത്യം പറ, കുരുമുളക് പൊടി എടുക്കാൻ പോയപ്പോ കണ്ടപ്പെടുത്തിട്ടൊന്നുമല്ലേ? അല്ല, അത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ ഇടാറുണ്ട്. ആണോ? കുരുമുളക്. ഓക്കെ, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുറച്ചുകൂടി ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ഇട്ടോ? ഭയങ്കര കുറച്ചുകൂടി ഇടാ. എൻ്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് കുരുമുളക് പൊടി ലേശം കൂടി ഇട്ടിട്ടുണ്ട്. വീണ്ടും എല്ലാം കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കാല് മരിച്ചു. കുഴപ്പമില്ല, എൻ്റെ കാല് മരിച്ചു. നമുക്ക് നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുക്കാം. ഡ്രൈ ആക്കി എടുക്കുമ്പോൾ ടേസ്റ്റ് കൂടുക. ഡ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഈ ബീഫൊക്കെ വരട്ടി എടുക്കുമ്പോൾ ടേസ്റ്റ് കൂടുമെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഡ്രൈ ആക്കി ഒരു ലൈറ്റ് ബ്ലാക്ക് കളറാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി വരട്ടി ബ്ലാക്ക് ആക്കിയിട്ട് കാണാം അല്ലേ? അതെ, അതായിരിക്കും നല്ലത്. ഓക്കെ, ഹലോ ഗൈസ്. ഇതാണ് ഒരു ക്യാമറ വുമണും ഒരു ക്യാമറമാനും ഇവിടെ ഇരിക്കുന്നത്. ഇവരാണ് അണിയറയിലെ പിന്നണി പ്രവർത്തകർ. ക്യാമറ വുമണും ക്യാമറമാനും ഇവരാണ് ക്യാമറ എടുത്ത് ഇത്ര നേരം. കുഞ്ഞി എന്തൊക്കെയുണ്ട്? വെൽക്കം. ഹലോ ഗായ്സ് പറഞ്ഞിട്ട് ഇതെല്ലാം നടക്കും. കുഞ്ഞി, കഴിഞ്ഞ ദിവസം അപ്പം ഉണ്ടാക്കിയ ഫിഷ് എങ്ങനെ ഉണ്ടായിരുന്നു? അവനത് കഴിച്ചിട്ടില്ല. ഫിഷ് റോസ്റ്റ് കുഞ്ഞ് കഴിച്ചില്ലായിരുന്നല്ലേ? നമ്മള് ക്യാൻഡ് ഫുഡ് ഒന്നും കുഞ്ഞിക്ക് കൊടുക്കാറില്ല. വെരി ഗുഡ്. കഴിക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്നത് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്യൂൺ ഓൾമോസ്റ്റ് ഒരു ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് ഭയങ്കര ഒരു ഡാർക്ക് ബ്രൗൺ ആയിട്ടാണ്, പക്ഷെ നേരിട്ട് ഇത്തിരി ബ്ലാക്ക് ആയിട്ടുണ്ട്. ലൈറ്റ് ഡിഫറൻസിനെ തോന്നുന്നു. അപ്പം കുറച്ചും കൂടി ഒന്ന് വരട്ടിയിട്ട് ഓഫാക്കാം അല്ലേ? ഓക്കെ, അങ്ങനെ ലാസ്റ്റ് നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. എന്തായി നമ്മുടെ ട്യൂണ? അപ്പം ഇതാണ് നമ്മ പറഞ്ഞ ഐറ്റം. ഓക്കെ ഓക്കെ, സെറ്റ്. ഇത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ശരിക്കും നല്ല ബീഫ് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തത്. നമ്മൾ ഈ ഇടിയിറച്ചി എന്നൊക്കെ പറയില്ലേ, ബീഫ് ഇടിച്ചിട്ട് നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്ത് നല്ല ഡാർക്കായിട്ട് എടുത്ത പോലെ ഉണ്ട് കാണാൻ. അപ്പൊ ട്യൂണ ഇടി ട്യൂണ. ഓ, പാവത്തിന്റെ ഡ്രസ്സിൽ മൊത്തം എണ്ണയാ. ഓക്കെ, അപ്പം ഫുഡ് കഴിക്കാം അല്ലേ? ഓക്കെ, കഴിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ടെസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര നാളെ ഞാനായിരുന്നു ടെസ്റ്റർ. ഞാൻ അനുഭവിച്ച് എനിക്കേ അറിയത്തുള്ളൂ. സേഫ്റ്റിയുടെ വൈഫ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സേഫ്റ്റിയുടെ വൈഫായി മറ്റേനാ ഒരു വഴഞ്ഞല്ലോ എന്താ പറയാ, മുല്ലപ്പൂമ്പടി ഏറ്റു കിടക്കും കല്ലിലും ഉണ്ടാ സൗരഭ്യം. ഇത്ര നാളൊന്നും കണ്ടിട്ടില്ല. നോക്കിയൊക്കെ
ഗുരുത്വം അല്ലാതെ എന്ത് പറയാൻ. മോശമായി പോയി മുട്ട. നന്നായിട്ടുണ്ട്. ഇത് നല്ല ചൂടുചോറിലേക്ക് ഇടുക. നല്ല കറിയാ. ഭയങ്കര എന്തോ ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് കഴിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. സംഭവം നല്ല കറിയാണ്. ഇപ്പൊ പുറത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല ഈസിയാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നവരുണ്ടോ എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയാ. അപ്പൊ പിന്നെ വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വൈൻ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ഷെയർ, അതെ, കമന്റുകൾ, കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചേഞ്ചസ് ആവശ്യമുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ കറക്ഷൻ ഞങ്ങളിങ്ങനെ എല്ലാ വീഡിയോയുടെ ബാക്കിലും വന്ന് പറയാറുണ്ട്, നിങ്ങളൊന്നും പറയാറില്ല. ആ ഒരു ധൈര്യത്തിലാണ് പറയുന്നത്. അതെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാല്ലേ. ഓക്കെ, ബൈ.